അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഓണക്കാലമാണല്ലോ. എല്ലാവർക്കും അറിയാം, ഓണക്കാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഓണസദ്യ. അതിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വേറൊരു വിഭവമാണ് കായവറുത്തത്. സ്വാതേറിയ കായവറുത്തത് നമുക്കും ഒന്നുണ്ടാക്കി നോക്കിയാലോ? പോകാം കിച്ചണിലോട്ട്. നമ്മൾ പച്ച നേന്ത്രക്കായാണ് എടുക്കേണ്ടത്. പച്ച നേന്ത്രക്കായ എടുത്തതിന് ശേഷം 3 ഭാഗം ഓരോന്ന് ഓരോ ലൈറ്റ് ആയിട്ട് വരഞ്ഞു കൊടുത്തതിന് ശേഷം തോല് പൊളിച്ചെടുക്കുക. പൊളിച്ചെടുത്ത് അത് ഒരുപാട് ഉള്ളിലേക്ക് പോകാത്ത രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ. ഉള്ളിലേക്ക് കടത്തിലാക്കുമ്പോൾ അതൊരു വൃത്തികേടായിട്ട് ഭംഗിയില്ലാതാവും. അപ്പോൾ ലൈറ്റായിട്ട് അതിന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുക്കണം. വെള്ളം എടുത്ത് ഒരു സ്പൂൺ ഉപ്പും മഞ്ഞളും ഇടുക. ഒരു 15 മിനിറ്റ് നമ്മൾ അത് ചെയ്യണം. അത് ഒന്ന് കുതിർത്ത് വെക്കണം. അതായത് അതിന് മുങ്ങിക്കിടക്കണം. വാഴക്കായ അതിൽ മുങ്ങിക്കിടക്കണം. മുങ്ങിക്കിടന്നതിന് ശേഷമേ നമ്മളത് എടുത്ത് വൃത്തിയായി കഴുകി അതിന് മേലെയുള്ള ആ ഒരു കറ പോലുള്ള കാര്യങ്ങളൊക്കെ പോകുന്നതിന് കൂടി നന്നായി തേച്ചരച്ച് കഴുകണം. കഴുകിയെടുത്തതിന് ശേഷം നമ്മളതിന് നല്ലൊരു തുണിയെടുത്ത് നല്ലോണം അത് വൈപ്പ് ചെയ്തെടുക്കണം. അതിൽ വെള്ളം ഒന്നും നിൽക്കാത്ത രീതിയിൽ അത് മുഴുവനായിട്ട് വൈപ്പ് ചെയ്തെടുക്കണം. വൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളതിന് സ്ലൈസ് ചെയ്തെടുക്കണം. സ്ലൈസ് ചെയ്തെടുക്കുന്നത് കുറച്ച് കത്തിയിൽ വേണമെങ്കിൽ കത്തിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് ഒരു സ്ലൈസർ വെച്ചിട്ടാണ് അത് കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളത് ചെറിയ ചെറിയ ഇതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ലൈസർ വെച്ചിട്ട് നമ്മൾ മുഴുവൻ കട്ട് ചെയ്ത് വെക്കും. ആ കട്ട് ചെയ്ത് എടുക്കുന്ന മുമ്പ് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിലാക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ ഒരു മണം കിട്ടുക. ഇതിൽ എണ്ണയിലേക്ക് തന്നെ ചിലവർ കട്ട് ചെയ്തിടും. ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് എനിക്ക് കൈ ചൂടുന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇതിലേക്ക് ഓരോന്നെടുത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്ത് നമ്മളത് ഒരു സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ ഇട്ട് ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അത് ഒന്നൊന്ന് ഒട്ടിപ്പിടിക്കും, കട്ടയായി നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊരു ചെറിയ സ്പൂൺ എടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും ഒരു സ്പൂൺ ഉപ്പും ആവശ്യമെങ്കിൽ വേണ്ടവർക്ക് മഞ്ഞൾപ്പൊടി ഇടുക. ആ ഒരു ചിപ്സിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം കലക്കി വെക്കുക. നമ്മൾ നല്ലോണം അതൊക്കെ ഒന്ന് നല്ല ക്രിസ്പി ആയി ഏകദേശം നമ്മൾ കോരിയെടുക്കേണ്ട ടൈം ആവുമ്പോൾ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനത് കാണിച്ചു തരാം. ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കും. ഇത് അടി കട്ടിയുള്ള കുറച്ച് കുഴിഞ്ഞ പാത്രമായിരിക്കണം, ഇല്ലെങ്കിൽ അത് പുറത്തോട്ടൊക്കെ ഒരുപാട് തെറിക്കും. ഞാനെടുത്തേക്കും ഇത്തിരി അടി കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളത് ഒഴിച്ച് കൊടുത്തന്നേരം നമ്മൾ വേഗം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് കോരിയെടുക്കണം. ഏകദേശം ക്രിസ്പി സൗണ്ട് കേൾക്കുമ്പോഴാണ് നമ്മൾ ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മളത് കോരിയെടുക്കണം. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടിട്ട് നമുക്കത് കോരിയെടുക്കുന്ന പാകത്തിനാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് ഈ ചട്ടകം കൊണ്ട് ഇങ്ങനെ കോരുമ്പോൾ തന്നെ അതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രത്തോളം ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കെടുത്ത് അതൊന്ന് പരത്തി വലിയൊരു പാത്രത്തിൽ അതിനൊന്ന് ചൂടാറാൻ വേണ്ടി. അപ്പം നമ്മളുടെ കായ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റുള്ള രുചിയോടും കായ വറുത്തത് ഇവിടെ റെഡി ആയിരിക്കും. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ അത് അറിയിക്കുക, ഇഷ്ടമല്ലെങ്കിൽ അതും അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.